ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ്, അതായത് പഠന മികവ് രേഖയിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 3 മുതൽ 10 വരെയുള്ള ആക്ടിവിറ്റി കാർഡ്സ് ആണ്, അതായത് പ്രവർത്തന കാർഡുകൾ. മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുത്തിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെയും രണ്ടാമത്തെയും ആക്ടിവിറ്റി കാർഡിൻ്റെ വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി കാണുക. ആക്ടിവിറ്റി കാർഡ് 3ലെ ആദ്യത്തെ ചോദ്യമാണ്: വി ഹാവ് ഡൺ ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് എ പ്ലെയിൻ മിറർ. വാട്ട് വുഡ് ബി ദ സൈസ് ഓഫ് ദി ഇമേജ് കമ്പയർഡ് ടു ദ ഒബ്ജക്ട്സ്? പുട്ട് എ ടിക്ക് മാർക്ക്. മുഖം നോക്കുന്ന കണ്ണാടി ഉപയോഗിച്ച് നാം ഒരു പരീക്ഷണം ചെയ്തില്ലേ? പ്രവർത്തന കാർഡ് 2ൽ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്തു അല്ലേ? പ്രതിബിംബത്തിൻ്റെ വലുപ്പം വസ്തുവിനെ അപേക്ഷിച്ച് എങ്ങനെയാണ്? ടിക്ക് മാർക്ക് ഇടുക. വലുതാണോ ചെറുതാണോ ഒരുപോലെയാണോ? ബിഗ്, സ്മോൾ, സെയിം. കൂട്ടുകാര് പറയൂ. അതെ, സെയിം, ഒരുപോലെയാണ്. പ്രതിബിംബത്തിൻ്റെ വലുപ്പം വസ്തുവിനെ അപേക്ഷിച്ച് ഒരുപോലെയാണ്. ഓക്കെ. Look at the image of your face on the interior and exterior sides of new stainless steel big pan, new flat steel spoon. Keep it very close. What differences can you see? Put a tick mark on the right choice. ഒരു പുതിയ സ്റ്റീൽ ഉരുളി അഥവാ തവി അല്ലെങ്കിൽ പുതിയ പരന്ന സ്റ്റീൽ തവിയുടെ ഉൾഭാഗത്തും പുറം ഭാഗത്തും മുഖം നോക്കൂ. അടുത്ത് വെച്ച് നോക്കാൻ ശ്രദ്ധിക്കണേ. എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത്? അനുയോജ്യമായതിൽ ടിക്ക് ചിഹ്നം രേഖപ്പെടുത്തുക. കൂട്ടുകാരുടെ വീട്ടിലുള്ള ഒരു പുതിയ പരന്ന സ്റ്റീലിൻ്റെ തവി എടുക്കുക. എന്നിട്ട് പുറം ഭാഗത്തും ഉൾഭാഗത്തും കൂട്ടുകാരുടെ ചിത്രം നോക്കാം. കൂട്ടുകാരുടെ ചിത്രം അടുത്ത് വെച്ച് നോക്കണം. എന്നിട്ട് കൂട്ടുകാർക്ക് എന്ത് വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്? കൂട്ടുകാരി, ഇവിടെ ഒരു കോളത്തിൽ നൽകിയിട്ടുണ്ട്. ഉൾഭാഗത്ത് മുഖം വലുത്, മുഖം ചെറുത്. ഏതാണ് കൂട്ടുകാർ? എഴുതൂ. പുറം ഭാഗത്ത് മുഖം ചെറുത്, മുഖം വലുത്. ഇവിടെ ശരിയായി എഴുതൂ എന്ന് കൊടുത്തിട്ട് ഒരു കോളം നൽകിയിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ, അതായത് ഉൾഭാഗത്ത് നമ്മൾ നമ്മുടെ മുഖം നോക്കിയപ്പോൾ ഫേസ് ഈസ് ബിഗ്, മുഖം വലുതായി കാണുന്നു അല്ലേ? ഇനി എക്സ്റ്റീരിയർ, പുറം ഭാഗത്ത് നമ്മുടെ മുഖം നോക്കിയപ്പോൾ നമ്മുടെ മുഖം ചെറുതായി കാണുന്നു, ഫേസ് ഈസ് സ്മോൾ. അടുത്തതായി എന്താണ് നൽകിയിട്ടുള്ളത്? അനലൈസ് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ഇൻ ദ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സൈഡ്സ് ഓഫ് ദ സ്റ്റീൽ സ്പൂൺ. പുട്ട് എ ടിക്ക് മാർക്ക്. ചിത്രീകരണം വിശകലനം ചെയ്ത്, അതായത് മുകളിൽ നമുക്കൊരു ചിത്രം നൽകിയിട്ടില്ലേ? ഒരു കുട്ടി ഒരു തവിയിൽ നോക്കുന്ന ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ആ ചിത്രം വിശകലനം ചെയ്ത് പരീക്ഷണത്തിന് ഉപയോഗിച്ച് സ്റ്റീൽ തവിയുടെ ഉൾഭാഗവും പുറം ഭാഗവും ഏത് തരം ദർപ്പണമാണെന്ന് ടിക്ക് ചെയ്യുക. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി. ഇവിടെ രണ്ട് തരം കണ്ണാടികളാണ് നൽകിയിട്ടുള്ളത്, ദർപ്പണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത് സമതല ദർപ്പണം, അതായത് പ്ലെയിൻ മിറർ. രണ്ടാമത് ഗോളീയ ദർപ്പണം, സ്പെറിക്കൽ മിറർ. കൂട്ടുകാരെ, പ്ലെയിൻ മിറർ എങ്ങനെയാണ്? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പ്ലെയിൻ. പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായതാണ്. ഇനി കോൺവെക്സ് മിറർ. കൂട്ടുകാരെ, കോൺവെക്സ് മിറർ എന്താണെന്നും കോൺകേവ് മിറർ എന്താണെന്നൊക്കെ പാഠം എടുക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വാർഡ്സ്. പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞത് അല്ലേ? പുറത്തേക്ക് വളഞ്ഞത്. ഇനി കോൺകേവ് മിറർ എന്നാൽ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവാർഡ്സ്. പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത്. പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത്. കൂട്ടുകാർക്ക് ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. ആദ്യത്തെ ചിത്രത്തിൽ പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതായാണ് കാണപ്പെടുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിയാലോ? പ്രതിപതിക്കുന്ന പ്രതലം, അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗം എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നത്? ഉള്ളിലേക്കാണ് വളഞ്ഞിട്ടിരിക്കുന്നത്. സമതല ദർപ്പണം പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായത്. കോൺവെക്സ് ദർപ്പണം പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞത്. കോൺകേവ് ദർപ്പണം പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത്. കൂട്ടുകാരി, ഗോളീയ ദർപ്പണത്തിൽ ഉൾപ്പെടുന്നതാണ് കോൺവെക്സ് മിററും കോൺകേവ് മിററും. കൂട്ടുകാരെ, നമ്മൾ ചിത്രീകരണം വിശകലനം ചെയ്ത് നമ്മൾ പരീക്ഷണത്തിന് ഉപയോഗിച്ച സ്റ്റീൽ തവിയുടെ ഉൾഭാഗവും പുറം ഭാഗവും ഏത് തരം ദർപ്പണമാണ്? കൂട്ടുകാർ പറയൂ. അതെ, ഗോളീയ ദർപ്പണമാണ്. എന്താണ് ഗോളീയ ദർപ്പണം? സ്പെറിക്കൽ മിറർ.
നമ്മൾ പരീക്ഷണത്തിന് ഉപയോഗിച്ച സ്റ്റീൽ തവിയുടെ പുറംഭാഗവും ഉൾഭാഗവും ഗോളീയ ദർപ്പണമാണ്. ഇനി അടുത്തതായി ഇവിടെ ചോദിച്ചിട്ടുള്ളത് തവിയുടെ ഉൾഭാഗം എങ്ങനെയുള്ളതാണ്, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നതും തവിയുടെ പുറംഭാഗം കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, തവിയുടെ ഉൾഭാഗം കോൺകേവ് മിററാണ്, തവിയുടെ പുറംഭാഗം കോൺവെക്സ് മിററാണ്. ആദ്യത്തെ കോളമാണ് ശരിയായിട്ടുള്ളത്. ആക്ടിവിറ്റി കാർഡിലെ മൂന്നാമത്തെ ചോദ്യമാണ് കംപ്ലീറ്റ് ദ ടേബിൾ അനലൈസിങ് ദ ആക്ടിവിറ്റീസ് യു ഹാവ് ഡൺ. നമ്മൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളിൽ നിന്നും അതൊക്കെ വിശകലനം ചെയ്ത് ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മിറർ പെക്യുലാരിറ്റി ഓഫ് ദി ഇമേജ്, ദർപ്പണത്തിൽ പതിക്കുന്ന ഇമേജിൻ്റെ അതായത് പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതയുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കോൺകേവ് മിററിൻ്റെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഗ് ഇമേജ്, അതായത് വലിയ പ്രതിബിംബമായിരിക്കും. സമതല ദർപ്പണം അതായത് പ്ലെയിൻ മിററിൻ്റെ പ്രതിബിംബത്തിൻ്റെ സവിശേഷത പെക്യുലാരിറ്റി ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് സമപ്രതിബിംബമായിരിക്കും, സെയിം ഇമേജ്. നമ്മളെങ്ങനെയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും പ്ലെയിൻ മിററിൽ കാണിക്കുന്നത്. ഓക്കെ, കൂട്ടുകാരുടെ വീട്ടിലൊക്കെ കണ്ണാടി ഉണ്ടാവില്ലേ? കൂട്ടുകാർ മുഖം നോക്കുന്ന കണ്ണാടി എങ്ങനെയാണ്? കൂട്ടുകാരുള്ളതിനേക്കാൾ വലുപ്പത്തിലാണോ കാണുക? അല്ല, കൂട്ടുകാരുള്ളതുപോലെയാണ് ആ കണ്ണാടിയിൽ കാണുന്നത്. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിൽ, കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ചെറിയ പ്രതിബിംബമായിരിക്കും നമ്മൾ അതിൽ കാണുക, സ്മോൾ ഇമേജ്. നമ്മൾ കോൺവെക്സ് മിററിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളതിനേക്കാൾ ചെറുതായിട്ടായിരിക്കും അതിൽ കാണുന്നത്. കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായോ? എന്നാൽ നമുക്ക് നാലാമത്തെ പ്രവർത്തന കാർഡിലേക്ക് കടക്കാം. നാലാമത്തെ പ്രവർത്തന കാർഡിൽ പറയുന്നത് കളർ ദ റെയിൻബോ ഇൻ ദ പിക്ചർ. കൂട്ടുകാർക്ക് ഇവിടെ ചിത്രം കാണുന്നില്ലേ? ഒരു റെയിൻബോൻ്റെ മഴവില്ലിൻ്റെ ചിത്രം കാണുന്നില്ലേ? ആ ചിത്രം കളർ ചെയ്യാനാണ് പറയുന്നത്. ഡോണ്ട് യു സീ ദ 7 കളേഴ്സ് ഓഫ് ദ റെയിൻബോ? നിങ്ങൾ മഴവില്ലിലെ 7 നിറങ്ങൾ കണ്ടിട്ടില്ലേ? റൈറ്റ് ഡൗൺ ദ കളേഴ്സ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. നിറങ്ങൾ ഏതെല്ലാമാണെന്ന് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരി, നമ്മൾ മഴവില്ലിനെ പെട്ടെന്ന് ഓർക്കാൻ, മഴവില്ലിലെ 7 നിറങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ നമ്മൾ ഒരു മാർഗം മനസ്സിലാക്കിയിട്ടില്ലേ? അതെന്താണ്? വിബ്ജിയോർ. ആ 7 നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു വർണ്ണപ്പമ്പരം ഉണ്ടാക്കിയാലോ. വർണ്ണപ്പമ്പരം ഉണ്ടാക്കാൻ എന്തെല്ലാം വസ്തുക്കൾ വേണം? ഒരു പഴയ CD, വെള്ള പേപ്പർ, 7 നിറത്തിലുള്ള കളർ പെൻസിൽ, പശ മുതലായവ. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വെള്ള പേപ്പറിൽ CD-യുടെ ആകൃതിയിൽ വൃത്തം വരച്ച് അതിനെ 7 തുല്യ ഭാഗങ്ങളാക്കി മഴവില്ലിലെ നിറങ്ങളുടെ ക്രമത്തിൽ നിറം നൽകണം. ഈ പേപ്പർ വെട്ടിയെടുത്ത് CD-യിൽ ഒട്ടിക്കണം. ഇനി ഒരു പെൻസിൽ CD-യുടെ ദ്വാരത്തിൽ കടത്തി വച്ച ശേഷം വേഗത്തിൽ കറക്കി നോക്കൂ. വർണ്ണപമ്പരത്തിലെ നിറമാറ്റം നിരീക്ഷിച്ച് രേഖപ്പെടുത്തൂ. Shall we make a color disc? List the materials we need to make it. An old CD, white paper, color pencils of 7 colors, gum, etc. As you see in the picture, draw a circle in the shape of CD in a white paper. Divide into 7 equal parts. Color them in the order of a rainbow. Cut the paper and paste in the CD. Insert a pencil through the hole of the CD and rotate it fast. Observe the color change in the colored disc and write them down. When the colored disc rotates fast, the color of the colored disc is. നമ്മൾ വർണ്ണപമ്പരം വേഗത്തിൽ കറക്കുമ്പോൾ വർണ്ണപമ്പരത്തിൻ്റെ നിറം എന്താണ് നമ്മൾ കാണുന്നത്? 7 നിറങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാം 7 നിറങ്ങളെല്ലാം കൂടി ഒരൊറ്റ നിറമാണ് നമ്മൾ കാണുന്നത്. ആ നിറമാണ് വൈറ്റ്, വെള്ള. ഏതാണ് ആ നിറം? വൈറ്റ്, വെള്ള. നമുക്ക് 5ാമത്തെ പ്രവർത്തന കാർഡ് നോക്കാം. Did you try the magic, the reappearing coin in page 32 of your textbook? Shall we sketch each stage in which we see the coin? When the coin is seen clearly. When the coin is seen clearly, just before the coin disappears from sight. Try to sketch the difference in appearance when you walk further backward. What is the reason for change in appearance? നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 32 പ്രത്യക്ഷപ്പെടുന്ന നാണയം എന്ന മാജിക് ചെയ്തു നോക്കിയോ? കൂട്ടുകാരി, നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ലേ? ഓരോ ഘട്ടത്തിലും നാണയം കാണുന്ന രേഖാചിത്രം വരച്ചു നോക്കിയാലോ? നോക്കാം. കൂട്ടുകാരി, നാണയം നന്നായി കാണുന്ന സമയമാണ് ആദ്യത്തെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ആ കുട്ടിക്ക് നാണയം നന്നായി കാണാം. 2ാമത്തെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നാണയം ദൃഷ്ടിയിൽ നിന്നും മറയുന്നതിന് തൊട്ടു മുമ്പാണ്.
ഓക്കെ, നാണയം നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നതിന് തൊട്ട് മുൻപാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാട്ടിയിരിക്കുന്നത്. വീണ്ടും പുറകോട്ട് നടക്കുമ്പോൾ കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റം രേഖാചിത്രമായി വരച്ചു നോക്കൂ. കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് കാരണം എന്ത്? കൂട്ടുകാരെ, നമുക്കൊന്ന് വരച്ചു നോക്കാം. നമ്മൾ വീണ്ടും പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ഈ നാണയം കാണാൻ സാധിക്കില്ല അല്ലേ? ഈ നാണയം നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം പ്രകാശം നാണയത്തിൽ തട്ടി അകന്നു പോകുന്നു അല്ലേ? കൂട്ടുകാർക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? ഇതിന് കാരണം എന്താണ്? ലൈറ്റ് റേസ് that get reflected from the coin do not reach our eyes. നാണയത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശകിരണങ്ങൾ നമ്മുടെ കണ്ണുകളിൽ എത്തുന്നില്ല. പകരം അത് പാത്രത്തിൽ തട്ടി അകന്നു പോകുന്നു. ഓക്കെ, observe the change that occurs when water is poured into the vessel. Why is the coin visible when water is poured into it? Check whether the coin has raised up by touching it. Try to draw that picture too. Explain the reasons for the disappearance and the appearance of the coin. പാത്രത്തിലേക്ക് ജലം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. ജലം ഒഴിക്കുമ്പോൾ നാണയം കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും? വെള്ളം ഒഴിക്കാത്തപ്പോൾ നമുക്ക് നാണയം കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് നാണയം കാണാൻ സാധിക്കുന്നുണ്ട്. നാണയം ജലത്തിൽ പൊങ്ങി വരുന്നുണ്ടോ എന്ന് സ്പർശിച്ച് നോക്കി ഉറപ്പാക്കുമല്ലോ. നാണയം പൊങ്ങി വരുന്നുണ്ടോ? ഇല്ല. ഇനി അതിൻ്റെ രേഖാചിത്രം കൂടി വരച്ചു നോക്കിയാലോ? കൂട്ടുകാർ, ഇവിടെ ഒരു രേഖാചിത്രം നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ ചിത്രം നന്നായി നിരീക്ഷിച്ചല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. നാണയം കാണാതായതിൻ്റെയും പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും കാരണം വിശദീകരിക്കൂ. എന്താണ് കാരണം? When we walk away from the glass that contains the coin, the light rays that get reflected from the coin do not reach our eyes, so we cannot see the coin. But when water is poured into the glass, the light rays first travel through water and then through the air. So a deviation to the path takes place. നാണയം അടങ്ങിയ ഗ്ലാസ്സിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാണയത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശകിരണങ്ങൾ നമ്മുടെ കണ്ണുകളിൽ എത്തുന്നില്ല. അതിനാൽ നമുക്ക് നാണയം കാണാൻ കഴിയില്ല. എന്നാൽ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പ്രകാശകിരണങ്ങൾ ആദ്യം വെള്ളത്തിലൂടെയും പിന്നീട് വായുവിലൂടെയും സഞ്ചരിക്കുന്നു. അതിനാൽ പാതിയിലേക്കുള്ള ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വെള്ളമൊഴിക്കുമ്പോൾ നാണയം കാണാൻ സാധിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? അപവർത്തനത്തിൻ്റെ നിർവചനം എഴുതി നോക്കിയാലോ? Try to write the definition of refraction. കൂട്ടുകാരെ, റിഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. Deviation occurs in its path when light entered into air from water. When light travels from one medium to another, its path undergoes a deviation. This phenomenon of light is called refraction. എന്താണ് റിഫ്രാക്ഷൻ? പ്രകാശം ജലത്തിൽ നിന്നും വായുവിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചു. ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. കൂട്ടുകാർ, റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. കൂട്ടുകാരെ, ഇനി നമ്മളോട് ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട്, പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് അപവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. എന്തൊക്കെയാണ് സാമഗ്രികൾ? ചില്ല് ഗ്ലാസ്, പെൻസിൽ, ജലം. Prepare an experiment in connection with refraction using the materials given and prepare a note on it. Materials: glass, pencil, water. കൂട്ടുകാരെ, നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പ്രവർത്തനം. ഇതിൻ്റെ എയിം എന്താണ്? ടു പ്രൂവ് റിഫ്രാക്ഷൻ. മെറ്റീരിയൽസ് റിക്വയർഡ്: glass, pencil, water. Procedure: place a pencil, place it obliquely in a glass of water. Observation: pencil appears broken. Inference: the part of the pencil that is below the surface of water first travel through water and then through the air. Here the light rays first enter the air from water, so a deviation takes place to the path. This deviation is called refraction. ലക്ഷ്യം: അപവർത്തനം തെളിയിക്കാൻ. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? ഗ്ലാസ്, പെൻസിൽ, വെള്ളം. നടപടിക്രമം, അതായത് പ്രൊസീജിയർ, പ്രവർത്തനം: ഒരു ഗ്ലാസ് വെള്ളത്തിൽ പെൻസിൽ ചെരിച്ചു വയ്ക്കുക. കൂട്ടുകാർക്ക് ചിത്രത്തിൽ കാണാലോ.
നിരീക്ഷണം, പെൻസിൽ പൊട്ടിയതായി കാണുന്നു. കൂട്ടുകാർക്ക് ചിത്രത്തിൽ പെൻസിൽ പൊട്ടിയതായി കാണുന്നല്ലോ. അനുമാനം, അതായത് ഇൻഫറൻസ്, നിഗമനം. ജലത്തിൻ്റെ ഉപരിതലത്തിന് താഴെയുള്ള പെൻസിലിൻ്റെ ഭാഗം ആദ്യം വെള്ളത്തിലൂടെയും പിന്നീട് വായുവിലൂടെയും സഞ്ചരിക്കുന്നു. ഇവിടെ പ്രകാശകിരണങ്ങൾ ആദ്യം വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ ഇതിൻ്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ വ്യതിയാനത്തെ അപവർത്തനം എന്ന് വിളിക്കുന്നു. അല്ലേ കൂട്ടുകാരി? നമ്മൾ പെൻസിൽ ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ പൊട്ടിയ പെൻസിലാണോ? അല്ല, നല്ല പെൻസിലാണ് വെച്ചിട്ടുള്ളത്. എന്നാൽ പ്രകാശകിരണങ്ങൾ ആദ്യം വെള്ളത്തിലൂടെയും പിന്നീട് എയറിലൂടെയും വായുവിലൂടെയും സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയിലൊരു വ്യതിയാനം, ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഡീവിയേഷൻ, ഈ വ്യതിയാനത്തെ നമ്മൾ എന്താണ് പറയുന്നത്? അപവർത്തനം, റിഫ്രാക്ഷൻ. ഇനി നമുക്ക് പ്രവർത്തന കാർഡ് 6 നോക്കാം അല്ലേ. ലെറ്റ്സ് ട്രൈ ടു മേക്ക് ഹിബിസ്കസ് പേപ്പർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഹിബിസ്കസ് പേപ്പർ അല്ലേ, ചെമ്പരത്തി പേപ്പർ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. റെഫർ പേജ് നമ്പർ 39 ഇൻ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ദ ആക്ടിവിറ്റി ഓഫ് ഹിബിസ്കസ് പേപ്പർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 എടുത്ത് ഹിബിസ്കസ് പേപ്പർ ഉണ്ടാക്കുന്ന ആ പ്രവർത്തനം ഒന്ന് നോക്കൂ. റബ് thoroughly a hibiscus flower on both sides of a piece of white paper. ഒരു വൈറ്റ് പേപ്പറിൻ്റെ, ഒരു വെള്ള പേപ്പറിൻ്റെ രണ്ട് വശവും ഒരു ഹിബിസ്കസ് ഫ്ലവർ എടുത്തിട്ട്, ഒരു ചെമ്പരത്തി പൂവ് എടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക, അതായത് നന്നായി ഒരുതുക. റിമൂവ് ഓൾ ട്രേസസ് ഓഫ് ഫ്ലവേഴ്സ് സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രൈഡ്. ഉണങ്ങിയ ശേഷം ആ പേപ്പറിലുള്ള പൂവിൻ്റെ ഭാഗങ്ങളെല്ലാം മായ്ച്ചു കളയുക അല്ലെങ്കിൽ എടുത്തു കളയുക. യൂസിങ് എ സിസേഴ്സ് കട്ട് ദ പേപ്പർ ഇൻ ടു ലോങ് ആൻഡ് നാരോ സ്ട്രിപ്സ്. ഒരു കത്രിക ഉപയോഗിച്ച് ആ പേപ്പർ നീളമുള്ള എന്നാൽ വീതി കുറഞ്ഞതുമായ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതിനെ നമ്മൾ ചെമ്പരത്തി പേപ്പർ അഥവാ ഹിബിസ്കസ് പേപ്പർ എന്ന് പറയുന്നു. ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാവുന്ന ചെമ്പരത്തി പേപ്പർ നമുക്ക് നിർമ്മിച്ചാലോ. പാഠപുസ്തകത്തിലെ പേജ് 39 ചെമ്പരത്തി പേപ്പർ എന്ന പ്രവർത്തനം നോക്കൂ. ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പറിൻ്റെ ഇരുവശത്തും ചെമ്പരത്തി പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. പേപ്പർ ഉണങ്ങിയ ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂവിൻ്റെ അംശങ്ങൾ നീക്കം ചെയ്യുക. കത്രിക ഉപയോഗിച്ച് പേപ്പർ വീതി കുറഞ്ഞതും നീളം കൂടിയതുമായ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഇതിനെ ചെമ്പരത്തി പേപ്പർ എന്ന് വിളിക്കാം. കൂട്ടുകാരി, പരീക്ഷണശാലയിൽ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആസിഡുകളിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പ് നിറമാകും അല്ലേ? കൂട്ടുകാർക്കറിയാമല്ലോ, ആസിഡിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ അത് ചുവപ്പ് നിറമാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡ് ഗുണം ഉള്ളവയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഭക്ഷ്യവസ്തുക്കളിൽ എന്തെല്ലാം നമുക്ക് തിരഞ്ഞെടുക്കാം? ലിസ്റ്റ് ചെയ്യൂ. കൂട്ടുകാരെ, നമുക്ക് ഭക്ഷ്യവസ്തുക്കളുടെ പേരെഴുതാം. അതിനു മുമ്പ് താഴെയുള്ള ഈ പ്രവർത്തനം നോക്കൂ. ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കിയാലോ. നിരീക്ഷണം പട്ടികയിൽ രേഖപ്പെടുത്തും. കൂട്ടുകാരെ, നമ്മൾ വീട്ടിലുള്ള 6 ഭക്ഷ്യവസ്തുക്കളുടെ പേരെഴുതണം. എന്നിട്ട് അതിൽ ആസിഡ് ഗുണമുണ്ടോ എന്ന് നോക്കണം. അതിനായി നമ്മൾ ഈ ചെമ്പരത്തി പേപ്പർ അതിൽ മുക്കി നോക്കണം. ആസിഡ് ആണെങ്കിൽ ചെമ്പരത്തി പേപ്പർ മുക്കുമ്പോൾ അത് ചുവപ്പ് നിറമാകും. ചുവപ്പ് നിറമാകുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന കോളത്തിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടണം. കൂട്ടുകാരെ നോക്കൂ, നമുക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ എടുക്കാം? കേട്, തൈര്, ടാമറിൻഡ്, വാളൻപുളി, ആപ്പിൾ, വിനെഗർ അതായത് സുർക്ക, വിനാഗിരി, ലെമൺ, നാരങ്ങ, മിൽക്ക്, പാല്. കൂട്ടുകാരി, ഇതിലെല്ലാം ആസിഡിൻ്റെ സാന്നിധ്യം, അതായത് ആസിഡ് ഉണ്ട്. കൂട്ടുകാരെ, ഉണ്ട് അഥവാ യെസ് എന്ന കോളത്തിൽ ടിക്ക് മാർക്ക് ഇടണം. അടുത്ത ചോദ്യം എന്താണ്? റഫർ പേജ് നമ്പർ 40 in textbook to find the names of acids. Use the help of internet too. കൂട്ടുകാരെ, നമ്മളിപ്പോൾ 6 ഭക്ഷ്യവസ്തുക്കളുടെ പേരെഴുതി അല്ലേ? കൂട്ടുകാരെ, അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആ ആസിഡിൻ്റെ പേരാണ് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത് ഫുഡ് സബ്സ്റ്റൻസ്, അതായത് ഭക്ഷ്യവസ്തുക്കൾ, ആസിഡ് കണ്ടെയ്ൻഡ്. അതിൽ ആസിഡിൻ്റെ സാന്നിധ്യം, അതായത് ഏത് ആസിഡ് ആണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, കേർഡ് അതായത് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ടാമറിൻ്റെ വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. വിനെഗർ അഥവാ സുർക്ക അഥവാ വിനാഗിരി, അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. ലെമൺ, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. മിൽക്ക്, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ഇനി പ്രവർത്തന കാർഡ് 7 നോക്കൂ. You know how to make hibiscus paper instead of blue litmus paper. നീല ലിറ്റ്മസ് പേപ്പറിന് പകരം നിങ്ങൾക്ക് ഹിബിസ്കസ് പേപ്പർ, ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കാൻ അറിയാം.
Can we use hibiscus paper instead of red litmus paper? ഇപ്പോൾ നമുക്ക് നീല ലിറ്റ്മസ് പേപ്പറിന് പകരമാണ് ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കാൻ അറിയുന്നത്. എന്നാൽ റെഡ് ലിറ്റ്മസ് പേപ്പറിന് പകരം നിങ്ങൾക്ക് ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കാൻ കഴിയുമോ? If hibiscus paper is dipped in a liquid like lime water, it turns red. When dried, it acts as red litmus paper. When dipped in acid, blue hibiscus paper, litmus paper turns red. And when dipped in alkali, red hibiscus paper turns blue. നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ചെമ്പരത്തി പേപ്പർ നിർമ്മിക്കാൻ കൂട്ടുകാരെ നമുക്കറിയാം. ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് പകരം ചെമ്പരത്തി പേപ്പർ ഉപയോഗിക്കാമോ? ചെമ്പരത്തി പേപ്പർ നാരങ്ങ നീര് പോലുള്ള ലായനിയിൽ മുക്കിയാൽ ചുവപ്പ് നിറമാകും. കൂട്ടുകാർക്ക് മനസ്സിലായോ? നാരങ്ങ നീര് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അതിൽ മുക്കിയാൽ ചെമ്പരത്തി പേപ്പർ അതിൽ മുക്കിയാൽ ചുവപ്പ് നിറമാകും. അതിനെ ഉണക്കിയെടുത്താൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ തയ്യാർ. ആസിഡിൽ മുക്കിയാൽ നീല ചെമ്പരത്തി പേപ്പർ ചുവപ്പും ആൽക്കലിയിൽ ചുവന്ന ചെമ്പരത്തി പേപ്പർ നീലയുമായി തീരും. കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡ് ഗുണമുള്ളവയാണോ ആൽക്കലി ഗുണമുള്ളവയാണോ കൂടുതൽ? നീല പേപ്പറും ചുവന്ന പേപ്പറും തയ്യാറാക്കി പരീക്ഷിക്കൂ. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡ് അടങ്ങിയവ ഏതാണ്, ആൽക്കലി അടങ്ങിയവ ഏതാണ് എന്ന് പട്ടികപ്പെടുത്തുക. എന്നിട്ട് ഇതിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനം നമ്മൾ താഴെയുള്ള കോളത്തിൽ എഴുതണം. Those which contains acid, those which contains alkali. Write down your findings. ആസിഡ് അടങ്ങിയവ ഏതാണ്? ബട്ടർ മിൽക്ക്, മോര്, ലെമൺ, നാരങ്ങ, ടൊമാറ്റോ, തക്കാളി, വെനഗർ, സുർക്ക, ഗാർലിക്, വെളുത്തുള്ളി, ആപ്പിൾ എന്നിവയിലൊക്കെയാണ് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. ആൽക്കലി അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? സാൾട്ട്, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, കുക്കുംബർ, കക്കിരി, ചുണ്ണാമ്പ് വെള്ളം ഇവയിലൊക്കെ ആൽക്കലി അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ എത്തിച്ചേർന്ന നിഗമനം ഇൻഫറൻസ് എന്താണ്? മോസ്റ്റ് ഓഫ് അവർ നാച്ചുറൽ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻസ് ആസിഡിക് ഇൻ നേച്ചർ. നമ്മുടെ പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുക്കളിൽ മിക്കതും ആസിഡിറ്റി സ്വഭാവമുള്ളവയാണ് അല്ലേ കൂട്ടുകാരെ? നമ്മൾ ഇതിൽ കണ്ടതിൽ കൂടുതലും ആസിഡ് സ്വഭാവമുള്ളവയാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് പ്രവർത്തന കാർഡ് 8 നോക്കാം. വി ക്യാൻ ഐഡൻറ്റിഫൈ ആസിഡ് ആൻഡ് ആൽക്കലി യൂസിങ് ഹിബിസ്കസ് പേപ്പർ. നമുക്ക് ഹിബിസ്കസ് പേപ്പർ ഉപയോഗിച്ച് ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ഹിബിസ്കസ് ഫ്ലവർ, ക്യാൻ വി യൂസ് എനി അതർ പാർട്ട് ഓഫ് എ പ്ലാന്റ് ലൈക്ക് ദിസ്? കളക്ട് ലീഫ്, സ്റ്റെം, സീഡ്, ഫ്ലവർ എക്സെട്ര ആൻഡ് ട്രൈ ടു മേക്ക് ഡിഫറെൻറ്റ് പേപ്പേഴ്സ്. ചെമ്പരത്തി പേപ്പറിന് പകരം മറ്റേതെങ്കിലും സസ്യഭാഗങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല, തണ്ട്, കായ, പൂവ് മുതലായവ ശേഖരിച്ച് വിവിധ പേപ്പറുകൾ നിർമ്മിക്കൂ. കൂട്ടുകാരെ, നമുക്കിവിടെ ചെമ്പരത്തി പേപ്പറിൻ്റെയും ക്യാബേജ് പേപ്പറിൻ്റെയും മഞ്ഞൾ പേപ്പറിൻ്റെയും ചിത്രങ്ങൾ കാണാം. ഏതെങ്കിലും ഒരു ആസിഡും ആൽക്കലിയും, ഉദാഹരണത്തിന് നാരങ്ങാനീരും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളവും എടുത്തു വെച്ച് ഈ പേപ്പറുകൾ ഓരോന്നും മുക്കി നോക്കൂ. നിരീക്ഷണ പത്രികയിൽ രേഖപ്പെടുത്തൂ. Dip each of the paper in an acid and an alkali, example lime water, clear limestone water. Write the observation in the observation table. നോക്കൂ, സസ്യത്തിൻ്റെ പേര്, നെയിം ഓഫ് ദ പ്ലാന്റ് ആൻഡ് പാർട്ട്. ടർമറിക്, മഞ്ഞൾ. പേപ്പറിൻ്റെ നിറം, കളർ ഓഫ് ദ പേപ്പർ, യെല്ലോ, മഞ്ഞ. ആസിഡിലെ നിറം, കളർ ഓഫ് ദ ആസിഡ്. നോ കളർ ചേഞ്ച്, നിറത്തിൽ മാറ്റമില്ല. ആൽക്കലിയിലെ നിറം, കളർ ഓഫ് ദ ആൽക്കലി, റെഡ് കളർ, ചുവപ്പ് നിറം. സസ്യത്തിൻ്റെ പേര്, നെയിം ഓഫ് ദ പ്ലാന്റ് ആൻഡ് പാർട്ട്, ബീട്രൂട്ട്. പേപ്പറിൻ്റെ നിറം, കളർ ഓഫ് ദ പേപ്പർ, റെഡ്, ചുവപ്പ്. കളർ ഓഫ് ദ ആസിഡ്, ആസിഡിലെ നിറം, വയലറ്റ്. ആൽക്കലിയിലെ നിറം, കളർ ഓഫ് ദ ആൽക്കലി, പിങ്ക് കളർ, പിങ്ക് നിറം. ഹിബിസ്കസ്, ചെമ്പരത്തി, കളർ ഓഫ് ദ പേപ്പർ, പിങ്ക്. പേപ്പറിൻ്റെ നിറം പിങ്ക്. ആസിഡിലെ നിറം, കളർ ഓഫ് ദ ആസിഡ്, റെഡ്, ചുവപ്പ്. ആൽക്കലിയിലെ നിറം, കളർ ഓഫ് ദ ആൽക്കലി, നോ കളർ ചേഞ്ച്, നിറത്തിൽ മാറ്റമില്ല. ഫൈൻഡ് ഔട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേപ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ascertain acid and alkali. Analyze and categorize them. Paper that can be used to identify acids, paper that can be used to identify alkalis. വിശകലനം ചെയ്ത് ആസിഡും ആൽക്കലിയും കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന പേപ്പറുകൾ തരം തിരിച്ചെഴുതുക.
ആസിഡ് തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്നവ, ആൽക്കലി തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്നവ. കൂട്ടുകാരി, ഇവിടെ ആസിഡ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ചത് ഏതൊക്കെയാണ്? ഒന്ന്, ഹിബിസ്കസ് പേപ്പർ എഴുതാം. ആൽക്കലി കണ്ടെത്താൻ ഉപയോഗിച്ചതിൽ ടെർമറിക് പേപ്പറും എഴുതാം. ഇനി പ്രവർത്തന കാർഡ് 9 നോക്കൂ. ഹൈ ലെവൽ ഓഫ് ആസിഡ് or alkali in the soil in our area may affect the yield of the crops. How can we find it out? Shall we test the soil? What materials do we need for that? Samples of soil collected from different parts: water, beaker, blue paper, red paper from hibiscus. Shall we conduct the experiment? After collecting the materials, take sample of soil to the half of a beaker. Fill water above the level of the soil. Keep the beaker in a slanting position and collect the water drained from it. Dip blue and red paper in this water one by one. Observe the change in color and write them down. എന്താണ് പ്രവർത്തന കാർഡ് 9 പറയുന്നത്? നമ്മുടെ പ്രദേശത്തുള്ള മണ്ണിൽ ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ അംശം കൂടുതലുള്ളത് വിളവിനെ ബാധിച്ചേക്കാം. ശരിയല്ലേ? അതെങ്ങനെ കണ്ടെത്താം? വീടിൻ്റെ ചുറ്റുപാടുമുള്ള മണ്ണ് പരിശോധിച്ചാലോ? കണ്ടെത്താം അല്ലേ? അതിനായി എന്തെല്ലാം വസ്തുക്കൾ വേണം? പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണിൻ്റെ സാമ്പിളുകൾ വേണം, ജലം വേണം, ബീക്കർ വേണം, നീല പേപ്പർ, ചുവന്ന പേപ്പർ, അതും ചെമ്പരത്തി പൂവിൽ നിന്ന് ഉള്ളത് വേണം. ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ച് നമുക്ക് പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? നോക്കാം. ബീക്കറിൽ പകുതിയോളം മണ്ണിൻ്റെ സാമ്പിൾ എടുത്ത ശേഷം അത് ഏകദേശം 3 വരെ ജലം ഒഴിച്ച് നന്നായി ഇളക്കണം. ഗ്ലാസ് ചെരിച്ചു വെച്ച് ഊറി വരുന്ന ജലം ശേഖരിച്ച് തെളിച്ചെടുക്കണം. ആ തെളിഞ്ഞ ജലത്തിൽ ഓരോ പേപ്പറും മുക്കി നോക്കുക. നിറമാറ്റം നിരീക്ഷിക്കൂ. എന്നിട്ട് പട്ടികയിൽ രേഖപ്പെടുത്തും. കൂട്ടുകാരുടെ പറമ്പിലുള്ള മണ്ണ്, മുറ്റത്തുള്ള മണ്ണ്, അതൊക്കെ ശേഖരിക്കുക. എന്നിട്ട് ഒരു ബീക്കർ എടുത്ത് അതൊരു ഗ്ലാസ് എടുത്ത് അതിന് പകുതിയോളം മണ്ണ് ഒഴിക്കുക. കൂട്ടുകാർക്ക് ഇവിടെ ചിത്രത്തിൽ കാണാലോ. മണ്ണ് മുങ്ങുന്നത് വരെ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് മണ്ണിളക്കുക. എന്നിട്ട് വേറൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഊറി വരുന്ന വെള്ളം, അതായത് മണ്ണിൽ ഊറ്റി വരുന്ന വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലിറ്റ്മസ് പേപ്പർ അഥവാ ഹിബിസ്കസ് പേപ്പർ എടുത്ത് അതിൽ മുക്കി നോക്കാം. എന്നിട്ട് എന്തെങ്കിലും നിറവ്യത്യാസം സംഭവിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഈ പട്ടികയിൽ രേഖപ്പെടുത്തുക. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ, കൂട്ടുകാരിപ്പോൾ പറമ്പിലെ മണ്ണാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ പറമ്പിലെ മണ്ണ് എന്ന് എഴുതുക. സോയിൽ ഫ്രം ദ ഫീൽഡ്. എന്നിട്ട് അതിൽ നീല പേപ്പർ നമ്മൾ മുക്കിയപ്പോൾ ചുവപ്പ് നിറമായെങ്കിൽ കൂട്ടുകാരവിടെ എഴുതേണ്ടത് നീല പേപ്പർ ചുവപ്പായി മാറി. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺഡ് റെഡ്. ഇനി ചുവപ്പ് നിറമുള്ള ലിറ്റ്മസ് പേപ്പർ നീലയായെങ്കിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറി എന്ന് എഴുതണം. റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺഡ് ഇൻ ടു ബ്ലൂ. ഇനി നിരീക്ഷണം വിശകലനം ചെയ്ത് നിഗമനം രേഖപ്പെടുത്തും. എന്താണ് കൂട്ടുകാരൻ നമുക്ക് ലഭിച്ച ഇൻഫറൻസ്? നോക്കൂ. There are variety of soils around us that are acidic and alkaline in nature. ആസിഡ് സ്വഭാവവും ആൽക്കലി സ്വഭാവമുള്ള പലതരം മണ്ണുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. There are different types of soil in our locality. If we test and identify the quality of acid and alkali in the soil, it will help the farmers assure the quality of plants they have to grow. പലതരം മണ്ണുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. ഇവിടെ ആസിഡ് ഗുണവും ആൽക്കലി ഗുണവും പരിശോധിച്ച് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഗുണം ഉറപ്പാക്കിയാൽ കൃഷിക്ക് അനുയോജ്യമാകുന്നതാണ്. ഇനി നമുക്ക് പ്രവർത്തന കാർഡ് 10 നോക്കാം. ആസിഡും ആൽക്കലിയും എങ്ങനെ തിരിച്ചറിയാമെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഇവ രണ്ടും കൂടിക്കലർന്നാലോ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഊഹം രേഖപ്പെടുത്തൂ. You have learned how to identify acids and alkalis. What happens if they are mixed? Write your assumptions. കൂട്ടുകാരെ, ആസിഡും ആൽക്കലിയും കൂടിക്കലർന്നാൽ എന്ത് സംഭവിക്കും? അതെ, ന്യൂട്രലൈസ്, നിർവീര്യമാകും. Let's conduct a test. What materials do we need? Acid, vinegar, alkali, stained limestone water, indicator turmeric,
glass tumblers, 3 numbers, water. Shall we do this experiment? Take small quantity of turmeric powder in all the 3 glass tumblers. Pour water into the first glass. Vinegar is in the second glass. And clear limestone water in the third glass. Observe the colors and write them. നമ്മൾ പറഞ്ഞു ആസിഡും ആൽക്കലിയും കൂടി ചേർന്നാൽ അത് നിർവീര്യമാകും, ന്യൂട്രലൈസ് ആകും. ഇത് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണ്? ആസിഡ്, ഇവിടെ ആസിഡായിട്ട് നമുക്ക് വിനാഗിരി എടുക്കാം. ആൽക്കലിയായിട്ട് നമുക്ക് ചുണ്ണാമ്പ് ജലത്തിൽ കലക്കിയ ശേഷം തെളിയിച്ചെടുത്ത് ചുണ്ണാമ്പ് വെള്ളം എടുക്കാം. ഇനി നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ, സൂചകം ആവശ്യമാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നീട് നമുക്ക് ആവശ്യം ചില്ല് ഗ്ലാസ് 3 എണ്ണം, ജലം, വെള്ളം. ഇനി പരീക്ഷണം ചെയ്താലോ? 3 ഗ്ലാസ്സിലും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. അതിനുശേഷം ആദ്യത്തേതിൽ ശുദ്ധജലം, രണ്ടാമത്തേതിൽ വിനാഗിരി, മൂന്നാമത്തേതിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്നിങ്ങനെ ഒഴിക്കുക. ഓരോന്നിൻ്റെയും നിറം നിരീക്ഷിച്ച് രേഖപ്പെടുത്തുക. കൂട്ടുകാരെ, നമുക്ക് നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയാലോ? ആദ്യത്തെ ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്നത് ശുദ്ധജലമാണ്. ശുദ്ധജലത്തിൻ്റെ നിറത്തിൽ വ്യത്യാസമില്ല. ശുദ്ധജലം മഞ്ഞളിൻ്റെ നിറം തന്നെയാണ്, യെല്ലോ, മഞ്ഞ. രണ്ടാമതെടുത്തത് നമ്മൾ വിനാഗിരിയാണ്, അല്ലെ, ആസിഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നിറത്തിൽ മാറ്റമില്ല, യെല്ലോ, മഞ്ഞ. മൂന്നാമതായി നമ്മൾ എടുത്തത് ചുണ്ണാമ്പ് വെള്ളമാണ്, തെളിയിച്ചെടുത്ത് ചുണ്ണാമ്പ് വെള്ളം. അതൊരു ആൽക്കലിയാണ്. അതിൻ്റെ നിറത്തിൽ മാറ്റമുണ്ട്, നിറം റെഡായി മാറി, അതായത് ചുവപ്പായി മാറി. Red color is formed only in a glass in which alkali is poured. The color of turmeric does not change in acid and in water. The color changes only in alkali. Now pour vinegar slowly in the third glass in which alkali is contained. Observe the change in color. What does it indicate? Write them. അപ്പോൾ നമ്മൾ പരീക്ഷണം ചെയ്തു, ഓരോന്നിൻ്റെയും നിറം നിരീക്ഷിച്ച് രേഖപ്പെടുത്തി. ആൽക്കലി ഒഴിച്ച ഗ്ലാസ്സിൽ മാത്രം ചുവപ്പ് നിറം ഉണ്ടാകുന്നു, അല്ലേ? ആസിഡിലും ശുദ്ധജലത്തിലും മഞ്ഞളിന് നിറം മാറ്റമില്ല, ആൽക്കലിയിൽ നിറം മാറുന്നു. ഇനി ആൽക്കലി ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗ്ലാസ്സിൽ കുറേശ്ശെയായി വിനാഗിരി ഒഴിച്ചു നോക്കൂ, നിറം മാറ്റം നിരീക്ഷിക്കൂ. ഇത് സൂചിപ്പിക്കുന്നത് എന്ത്? രേഖപ്പെടുത്തുക. ചുവപ്പ് മഞ്ഞയായി മാറുന്നു. ആൽക്കലിയിലേക്ക് നമ്മൾ ആസിഡ് ഒഴിച്ചപ്പോൾ ചുവപ്പ് മഞ്ഞയായി മാറുന്നു. റെഡ് കളർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യെല്ലോ കളർ. ഇതിന് കാരണം ന്യൂട്രലൈസേഷനാണ്, നിർവിരീകരണം. അടുത്തതായി പറയുന്നത് എന്താണ്? നിർവിരീകരണത്തിന് ഒരു നിർവചനം രൂപീകരിച്ചാൽ പാഠപുസ്തകത്തിലെ പേജ് 46 നോക്കും. അതായത് നിർവിരീകരണത്തിൻ്റെ, ന്യൂട്രലൈസേഷൻ്റെ ഡെഫിനിഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. When definite amounts of acid and alkali are mixed, their acidic and alkaline natures are lost and salt and water are formed. This is called neutralization. Acid plus alkali equal to salt plus water. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും അതിൽ ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് നിർവിരീകരണം. ആസിഡ് പ്ലസ് ആൽക്കലി ഈക്വൽ ടു ലവണം പ്ലസ് ജലം. കൂട്ടുകാരി, ഈ വീഡിയോയിൽ നമ്മൾ 3 മുതൽ 10 വരെയുള്ള പ്രവർത്തന കാർഡുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.